നമസ്കാരം. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. പ്രവേശനോത്സവത്തോടെ സ്കൂളുകളിൽ കുട്ടികളെ വരവേറ്റു. ഉത്സവഛായയിലായിരുന്നു പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം. നവകേരള ഫണ്ടിൽ പട്ടാമ്പി മണ്ഡലത്തിൽ 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് മൂസിൻ MLA. അടിയന്തരമായി നടപ്പാക്കേണ്ട 6 പദ്ധതികൾക്കാണ് അനുമതി. ഒപ്പം പേങ്ങാട്ടിരി റോഡ് വികസനത്തിന് 50 ലക്ഷം. മന്ത്രി നേരിട്ട് ഉത്തരവ് നൽകി 5 മാസം കഴിഞ്ഞിട്ടും മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനും പൊളിഞ്ഞു വീഴാറായ മതിൽ നീക്കാനും നടപടിയായില്ല. പരസ്പരം കത്ത് നൽകി തലവേദന ഒഴിവാക്കി നഗരസഭയും പോലീസും. റോഡിൽ ആളുകൾ നടന്നു പോകുന്നത് ഭീതിയോടെ. ഒറ്റപ്പാലത്ത് പള്ളിയിൽ നടന്ന മോഷണം. കള്ളൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് മോഷ്ടിച്ച പണം മുടക്കി വാങ്ങിയ കാറിൽ. അറസ്റ്റിലായ അബൂബക്കർ 20ഓളം മോഷണ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. ഒറ്റപ്പാലത്ത് വീണ്ടും വാഹനാപകടം. മണൽ കയറ്റിവന്ന ലോറി സ്വകാര്യ ബസ്സിന് പിറകിലും മറ്റൊരു വാഹനത്തിലും ഇടിച്ചു. ലോറിയിലുണ്ടായിരുന്ന യുവാവിന് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറന്നു. പ്രവേശനോത്സവത്തോടെ സ്കൂളുകളിൽ കുട്ടികളെ വരവേറ്റു. മധുരം നൽകിയും പാട്ടും കളികളുമെല്ലാമായി ആഘോഷപൂർവ്വമായിട്ടായിരുന്നു പുതിയ അധ്യയന വർഷത്തേക്ക് തുടക്കം കുറിച്ചത്. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ കുട്ടികളുടെ കളിയും ചിരിയും കൊഞ്ചലുമായി വിദ്യാലയങ്ങൾ വീണ്ടും ഉണർന്നു. വേനലവധിക്ക് ശേഷം തുറന്ന സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ കുട്ടികളെ വരവേറ്റു. കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. പാട്ടും കളികളുമെല്ലാമായി പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം കുട്ടികളും അധ്യാപകരും വർണ്ണാഭമാക്കി. നവാഗതരെ വരവേൽക്കാൻ നേരത്തെ തന്നെ വിദ്യാലയങ്ങൾ അലങ്കരിച്ച് ആകർഷകമാക്കിയിരുന്നു. പുത്തനുടുപ്പും കുടയും ബാഗുമെല്ലാമായി ഉത്സാഹത്തോടെ തന്നെയാണ് രക്ഷിതാക്കളുടെ കൈപിടിച്ച് അക്ഷരലോകത്തേക്ക് പിച്ചവയ്ക്കാൻ പുതിയ കൂട്ടുകാർ സ്കൂളുകളിലെത്തിയത്. പുതിയ കൂട്ടുകാരെ കിട്ടിയ സന്തോഷമായിരുന്നു ചിലരുടെ മുഖത്തെങ്കിൽ കുസൃതിയും കൊഞ്ചലുമെല്ലാമായിട്ടായിരുന്നു മറ്റു ചിലർ ആദ്യ ദിനം ക്ലാസ്സിലെത്തിയത്. അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളും ജനപ്രതിനിധികളുമെല്ലാം ചേർന്നുകൊണ്ട് ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു പല സ്കൂളുകളിലും പ്രവേശനോത്സവം നടന്നത്. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. പെരിന്തൽമണ്ണ പാതാക്കര AUP സ്കൂളിൽ പ്രവേശനോത്സവത്തിന് മുതിർന്ന നേതാക്കൾ മുഖ്യാതിഥികളായി. AI റോബോട്ട് അതിഥികളെ സ്വീകരിച്ചു. പ്രവേശനോത്സവം വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. പുതിയ അറിവുകളിലേക്കും സൗഹൃദങ്ങളിലേക്കും വിദ്യാർത്ഥികൾ പ്രവേശിച്ചു. ഏറെ മാറ്റങ്ങളുമായാണ് പുതിയ അധ്യയന വർഷം ആരംഭിച്ചത്. വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവത്തോടെ കുട്ടികളെ വരവേറ്റു. പാതാക്കര AUP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വ്യത്യസ്തമായി. പൂച്ചെണ്ടുകളും വർണ്ണക്കൊടികളും നൽകി വിദ്യാർത്ഥികളെ സ്വീകരിച്ചു.
പുതുതായി സ്കൂളിൽ ചേർന്ന കുട്ടികളുടെ ഫോട്ടോ സെഷനും ഉണ്ടായിരുന്നു. ഫോട്ടോ സ്പോട്ടിൽ വിദ്യാർത്ഥികൾ ചിത്രങ്ങൾ പകർത്തി. പെരിന്തൽമണ്ണയിലെ മുതിർന്ന നേതാക്കളാണ് വിശിഷ്ടാതിഥികളായി എത്തിയത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി, PP വാസുദേവൻ, C സേതുമാധവൻ എന്നിവരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. വിശിഷ്ടാതിഥികളെ AI റോബോട്ട് സ്വാഗതം ചെയ്തത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൗതുകമായി. Good morning everyone. It is with great joy and pride that I extend a warm welcome to all the distinguished guests who have joined us today for the Onichu Onamai Onavam celebrations at AUPS Pathakara, Nalakat Sujit. A heartfelt welcome to the dignitaries for the robotics exhibition. PP Vasudevan, former ward member, your presence is deeply appreciated. Stumadhavan, thank you for being with us today. പ്രവേശനോത്സവം മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും വിദ്യാലയങ്ങൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നതും മുൻ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇത് കേരളത്തിൽ നമ്മുടെ എല്ലാ സ്കൂളിലും നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ പ്രത്യേകത ഒന്നുമാണ്. ആ പ്രത്യേകതയിലൂടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഈ പഠനം പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല പൗരന്മാരായി നല്ല ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിച്ചത് എന്നുകൂടി ഞാൻ ഓർക്കുകയാണ്. സ്കൂളിൽ ഈ വർഷം മുതൽ AI റോബോട്ട് പഠനം ആരംഭിക്കും. റോബോട്ടിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ സഹകരണ അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റ് PP വാസുദേവൻ നിർവഹിച്ചു. അതാണ് റോബോട്ട്. അതിന് നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയും. വീട്ടിൽ ഒരുപാട് കുട്ടികളെ ഇതുപോലുള്ള കളിക്കോപ്പുകൾ പാവയും ഒക്കെയായി പരിചയപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷേ അവയോടൊന്നും തന്നെ നമ്മൾ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയില്ല. ഇത് മറുപടി പറയില്ല. കാരണം ഇത് വെറും പാവയല്ല, റോബോട്ടാണ്. സുനിൽ ചമ്പത്തിലൂടെ പറഞ്ഞ പോലെ ഇനിയുള്ള കാലം റോബോട്ടുകളുടെ കാലമാണ്. നമ്മുടെ കപ്പ പഴഞ്ചന്മാരാണ്. ആ റോബോട്ടുകൾ നമ്മളെക്കാൾ മികച്ച രീതിയിൽ ചിന്തിക്കും, ആലോചിക്കും. വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റുകൾ മുതിർന്ന നേതാവ് C സേതുമാധവൻ വിതരണം ചെയ്തു. മുമ്പ് സ്കൂളിൽ പഠിക്കേണ്ടത് വീട്ടിലെ കുട്ടികളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞയക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. വീട്ടിലെ തിരക്ക് ഒഴിവാക്കണം. അതിനവനെ സ്കൂളിൽ വിടുക, അല്ലെങ്കിൽ അവളെ സ്കൂളിൽ വിടുക. ഒന്നും പറയില്ല, എൻ്റെ കുട്ടി പഠിച്ച് നന്നാവും, എല്ലാവരെയും മുൻപന്തിയിൽ എത്തണം എന്നുള്ള മോഹം കൊണ്ടാണ് ഇത് പഠിക്കുന്നത്. സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ഷിബു AP, PTA പ്രസിഡന്റ് വിനോദ് പാവുംപാടത്ത്, MTA പ്രസിഡന്റ് ഫാത്തിമത്ത് ഷബ്ന, മുൻ പ്രധാനാധ്യാപകരായ ശോഭന PT, P വിജയം, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹീം ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ വർഷവും ഓരോ പ്രോഗ്രാമുകൾ, പുതിയ പദ്ധതികളുമായി നമ്മുടെ സ്കൂൾ മുന്നേറുകയാണ്. ഈ വർഷം നമ്മുടെ HM നിങ്ങളോട് സൂചിപ്പിച്ചു, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ റോബോട്ടിക് ടെക്നോളജിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇനിയുള്ള വിദ്യാഭ്യാസം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമായിരിക്കും ഓരോ കുട്ടിക്കും കിട്ടുക. അതിലൂന്നിയുള്ള വിദ്യാഭ്യാസമാണ് നാം നടത്തേണ്ടത്. 7ൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടിക്ക് ഈ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ആ കുട്ടിക്ക് എന്താണ് റോബോട്ടിക്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോബോട്ടിക് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ശനിയാഴ്ചകളിൽ നാം പഠിപ്പിക്കാൻ പോകുന്നത്.
പുതിയ കാലത്തെ സാങ്കേതിക വിദ്യയിൽ നൂതന മാറ്റങ്ങളുമായി വെള്ളിനേഴി കുറ്റാനിശ്ശേരി AUP സ്കൂളിൽ 2025-2026 അധ്യയന വർഷം ആരംഭിച്ചു. വർണ്ണാഭമായ പ്രവേശനോത്സവത്തിൽ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് വരവേറ്റു. ചെർപ്പളശ്ശേരി ഉപജില്ലാതല പ്രവേശനോത്സവമാണ് കുറ്റാനശ്ശേരി സ്കൂളിൽ നടന്നത്. ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ പഠന സൗകര്യം ഒരുക്കിയാണ് വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചത്. മനുഷ്യനിർമ്മിത AI റോബോട്ട് ടീച്ചർ പുതുതായി സ്കൂളിലെത്തി. ശാസ്ത്ര ലാബും ലൈബ്രറിയും നവീകരിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ അവര് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവരെ ആ വാഗ്ദാനങ്ങളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി, ആരും വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി, ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂട്ടായി നിന്ന് ശ്രമിച്ചാലാണ് ആ ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ പാഠപുസ്തകങ്ങളൊക്കെ എത്തി. സ്കൂളുകളിലൊക്കെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ വേണ്ടുന്ന രീതിയിലെല്ലാം മെച്ചപ്പെടുത്തി, പേടിക്കാതെ കാറ്റ് വന്നാലും മഴ വന്നാലും പേടിക്കാതെ ക്ലാസ് മുറികളിൽ ഇരിക്കാനുള്ള സൗകര്യമൊരുക്കി. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കാലവർഷത്തിൽ നമ്മുടെ ഒന്നും സ്കൂളുകൾക്ക് യാതൊരു ആപത്തും യാതൊരു കേടും ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അതിന് തക്കതായ പ്രവർത്തനം ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ചെർപ്പളശ്ശേരി ഉപജില്ലാതല പ്രവേശനോത്സവമാണ് വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ നടന്നത്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നവീകരിച്ച ശാസ്ത്ര ലാബ് ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ പുതുതായി കൊണ്ടുവന്ന AI റോബോട്ട് ടീച്ചറുടെ പ്രവർത്തന ഉദ്ഘാടനം ചെർപ്പളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E. രാജൻ മാസ്റ്റർ നിർവഹിച്ചു. നവീകരിച്ച ലൈബ്രറി ചെർപ്പളശ്ശേരി BPC NP പ്രിയേഷ് ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു, സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം, പ്രധാനാധ്യാപിക M. രാജലക്ഷ്മി, സ്കൂൾ PTA പ്രസിഡന്റ് സഹീർ അലി നറുകോട്, HM ഫോറം പ്രസിഡന്റ് K. രാമദാസ്, TP രാഘവൻ, K. ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. കുറഞ്ഞ കാലത്തിനുള്ളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിൽ നടപ്പാക്കി. മാറുന്ന കാലത്തിനൊപ്പം പുതിയ പഠന സംവിധാനങ്ങളും ഏറ്റവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി പുതിയ അധ്യയന വർഷം ആരംഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികൾ. ആഘോഷ നിറവിൽ മണ്ണാർക്കാട് GMUP സ്കൂളിൽ നഗരസഭാതല പ്രവേശനോത്സവം. വർണ്ണ ബലൂണുകളും മിഠായിയും ഷാഡോ തൊപ്പിയും നൽകി നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് കുരുന്നുകൾക്ക് സ്വീകരണം ഒരുക്കിയത്. പൂക്കളും വർണ്ണക്കടലാസുകളും കൊണ്ട് അലങ്കരിച്ച സ്കൂളിലേക്ക് എത്തിയ നവാഗതരെ അധ്യാപകരും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു. കുട്ടികൾക്ക് മധുരവും നൽകി. പ്രവേശനോത്സവം നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ശേഷിയുള്ളവരുടെ കുട്ടികൾ പഠിക്കുന്ന അതേ സ്കൂളുകളിലെ സൗകര്യവും നിലവാരവും സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ചെയർമാൻ പറഞ്ഞു. പല സ്വകാര്യ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് സാധാരണക്കാരൻ്റെ സ്കൂളാണ്. സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാൻ അവർക്ക് പ്രാപ്യമായ സ്കൂളുകൾ ഇതുപോലുള്ള ഗവൺമെൻറ് സ്കൂളുകളാണ്. അപ്പോൾ ആ സ്കൂളുകൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചെയ്യേണ്ടത് സാധാരണക്കാരൻ്റെ മക്കൾക്ക് പണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളുടെ അതേ ഭൗതിക സൗകര്യവും അതുപോലെ തന്നെ പഠന നിലവാരവും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളിവിടെ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെ, ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ ഭൗതിക സൗകര്യങ്ങൾ, വൃത്തിയുള്ള ടൈൽസുള്ള സാധാരണക്കാരൻ്റെ പണക്കാരൻ്റെ മക്കൾ എങ്ങനെ പഠിക്കുന്നുവോ അതേ പഠനം ഒരു രൂപ പോലും മുടക്കാതെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് പ്രാപ്യമാക്കുക എന്നുള്ളതാണ് മണ്ണാർക്കാട് നഗരസഭയുടെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള ലക്ഷ്യം. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ K. ഹംസ, കൗൺസിലർമാരായ CP പുഷ്പാനന്ദൻ, K. റജീന തുടങ്ങിയവർ പ്രസംഗിച്ചു.
നവകേരള ഫണ്ടിൽ പട്ടാമ്പി മണ്ഡലത്തിൽ 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA. അടിയന്തരമായി നടപ്പാക്കേണ്ട 6 പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത്. മണ്ഡലത്തിലെ ഏറ്റവും അടിയന്തരമായി നടപ്പിലാക്കേണ്ട 6 പദ്ധതികൾക്കുള്ള നിർദ്ദേശമാണ് നവകേരള ഫണ്ടിൽ മുഹമ്മദ് മുഹസിൻ MLA നൽകിയത്. ഈ പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 6 പദ്ധതികൾക്കും അംഗീകാരം ലഭിച്ചതെന്ന് MLA പറഞ്ഞു. കൊപ്പം പേങ്ങാട്ടി റോഡ് 50 ലക്ഷം, നീള കൊടുമുണ്ട റോഡ് 2.50 കോടി, പോക്കുപടി ഹെൽത്ത് സെന്റർ പാത്തുപ്പടി റോഡ് 1 കോടി, വിളയൂർ സബ് രജിസ്റ്റർ ഓഫീസ് 50 ലക്ഷം, മുതുതല സെന്റർ അൻസാർ നഗർ വിളത്തൂർ റോഡ് 2 കോടി, കൊപ്പം ആശുപത്രിക്ക് മുൻവശം ഡ്രൈനേജ് 50 ലക്ഷം എന്നിവയ്ക്കാണ് ഭരണാനുമതി ലഭിച്ചത്. പദ്ധതികളുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ മണ്ഡലങ്ങളിലെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി MLAമാർ നിർദ്ദേശം കൊടുത്ത പദ്ധതികളും ഒക്കെ തന്നെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ നിയമസഭാ ബഡ്ജറ്റിൽ 1000 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ചിലതിന് ഫണ്ട് ലഭ്യമായിട്ടുണ്ട് എന്ന കാര്യമാണ് അറിയിക്കാനുള്ളത്. നവകേരള ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 പദ്ധതികൾക്കാണ് ഇപ്പോൾ 7 കോടി രൂപയുടെ ഭരണാനുമതി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വിളയൂർ സബ് രജിസ്ട്രാർ ഓഫീസ്. അതിൽ കെട്ടിടം വളരെ ശോചനീയാവസ്ഥയിലാണ്. 50 ലക്ഷം രൂപയാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊപ്പത്ത് ആശുപത്രിക്ക് മുമ്പിൽ ആ ഭാഗത്തായിട്ട് ഡ്രെയിനേജിന്റെ ആവശ്യം ദീർഘകാലമായി പറയുന്നതാണ്. 50 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഡ്രെയിനേജ് സൗകര്യം ഉണ്ടാക്കുന്നതിനും അവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്, അത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം, പട്ടാമ്പി പുലാമന്തോൾ റോഡിൽ അഡീഷണൽ ഫണ്ട് നമ്മൾ നേരത്തെ വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മുടെ മുതുതല സെന്റർ അൻസാർ നഗർ വിളത്തൂർ റോഡ് ഒരു പ്രധാനപ്പെട്ട റോഡാണ്. നമുക്ക് മുതുതല സെന്ററിൽ നിന്ന് ഒരു ബൈപ്പാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ്. ഒപ്പം വളാഞ്ചേരി റോഡിലേക്ക് ആ റോഡിന് 2 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഒരു ബൈപ്പാസ് റോഡായിട്ട് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കറിയാം, പാറക്കാട്ടുനിന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഈ റോഡിലേക്ക് ചേരാൻ കഴിയും. അപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ റോഡിലേക്ക് ചേരാൻ കഴിയുന്നത് കൊണ്ട് തന്നെ മുതുതല സെന്റർ അൻസാർ നഗർ വിളത്തൂർ റോഡ് എന്നുള്ള നിലയ്ക്ക് 2 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് നമ്മുടെ പോക്കുപ്പടി ഹെൽത്ത് സെന്റർ പാത്തുപ്പടി റോഡ്. പോക്കുപ്പടി നിന്ന് പാത്തുപ്പടിക്ക് പോകുന്ന റോഡ് തകർന്നു കിടക്കുന്ന റോഡാണ്. 1 കോടി രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത്. മന്ത്രി നേരിട്ടെത്തി ഉത്തരവ് നൽകി 5 മാസം കഴിഞ്ഞിട്ടും മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനും പൊളിഞ്ഞു വീഴാറായ മതിൽ നീക്കാനും നടപടിയായില്ല. പരസ്പരം കത്ത് നൽകി തലവേദന ഒഴിവാക്കി നഗരസഭയും പോലീസും. മരം തലയിൽ വീഴുമെന്ന് ഭയന്ന് റോഡിലൂടെ യാത്ര ചെയ്ത് 100 കണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും. അതല്ലേ ചെയ്യാൻ പറ്റും. തൽക്കാലം അപകടം ഒഴിവാക്കാം. ബാക്കിയുള്ള സേഫ്റ്റി പിന്നീട് നമുക്ക്. പിന്നെ മരം മുറിക്കുന്നത് നിങ്ങളുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഏർപ്പെട്ടത് അത് റെഡി ഉണ്ട്. അത് മുറിക്കേണ്ട ആവശ്യമുള്ളൂ. അതിലും കുറെ സാങ്കേതികം പറഞ്ഞ് നിൽക്കണം. അവര് 230 മരം വെച്ചാലേ മുറിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ട്രീ കട്ടിങ് 23 മരം മുറിച്ച് മാറ്റാണ്ട് അതിൽ 230 മരം വെക്കണം. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് പിന്നിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മതിൽ പൊളിഞ്ഞു വീഴാറായിട്ട് വർഷങ്ങളായി. മതിലിന്റെ അടിഭാഗത്തെ കട്ടകളും സിമന്റും നീങ്ങി വിണ്ടി കീറി റോഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. ഏതു സമയവും മതിൽ പൊളിഞ്ഞു വീഴും. 6 അടിയോളം വീതിയുള്ള റോഡിനപ്പുറം നിരവധി വീടുകളും മദ്രസയുമുണ്ട്. ഈ വീടുകളിലെ കുട്ടികൾ കളിക്കുന്നതും മദ്രസയിലേക്കും സമീപത്തെ GLP സ്കൂളിലേക്കും കുട്ടികൾ വരുന്നതും ഈ റോഡിലൂടെയാണ്. മഴക്കാലം തുടങ്ങിയാൽ മതിലും മരങ്ങളും തലയിൽ വീഴുമോ എന്ന ഭീതിയിലാണ് പ്രദേശത്തുകാർ. ഈ മരം ഇങ്ങനെ പൊട്ടി തൂങ്ങിയിട്ട് ജനങ്ങൾ വളരെയധികം ഭീതിയിലാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തൊക്കെ പലതവണ ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ നിന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് വേണ്ട നടപടിയില്ല. ഇനിയിപ്പോൾ വലിയൊരു അപകടത്തിന് വലിയൊരു സാധ്യത ഉണ്ട് ഇവിടെ ഈ റൂട്ടിൽ തന്നെ. നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണെങ്കിലും
ഇതിൻ്റെ ഭരണകർത്താക്കൾ അതിലേക്ക് യാതൊരുവിധ ശ്രദ്ധയില്ല. ഈ മതിലും ഈ പാഴ്മരങ്ങളും ജനങ്ങളെ വളരെയധികം ഭീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് തന്നെ. ഇവിടെ GNUP സ്കൂൾ, KTM സ്കൂൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു മദ്രസ, ഇതെല്ലാം പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പോകുന്ന ഒരു റോഡാണിത്. എന്തും എപ്പോഴും സംഭവിക്കാം. പക്ഷേ ഇതൊക്കെ വളരെ ഒന്നിനും ഒരു എന്താ പറയുക, ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തിരിഞ്ഞു നോക്കുന്നുള്ളതാണ് തന്നെ. അവരൊക്കെ വളരെ ഇതൊരു പുച്ഛത്തോടെ ഞങ്ങളെയൊക്കെ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ സത്യത്തിലുള്ളത്. കാരണം ഞങ്ങൾ നിരന്തരമായി ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും മുനിസിപ്പാലിറ്റി, പോലീസ് സ്റ്റേഷൻ, കലക്ടർ എല്ലാവരെയായിട്ടും ബന്ധപ്പെട്ട വർഷത്തിന് യാതൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. വർഷങ്ങളായിട്ട് പറയുന്ന ആവശ്യമാണ്. പക്ഷേ 5 മാസം മുൻപ് മണ്ണാർക്കാട് നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടിയോട് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അപകടകരമായ മരങ്ങളും മതിലും നീക്കാൻ നഗരസഭ, പോലീസ് വകുപ്പുകൾക്ക് ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കൂറ്റൻ മരത്തിന്റെ കൊമ്പ് പൊട്ടി റോഡിലേക്ക് തൂങ്ങി നിൽക്കുകയാണ്. ഇതേത് നിമിഷവും വീഴും. നഗരസഭയോട് പറയുമ്പോൾ കളക്ടർക്ക് കത്ത് നൽകിയെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. പോലീസിനോട് പറയുമ്പോൾ SP-യും IG-യും അനുമതി നൽകണമെന്നാണ് ലഭിക്കുന്ന മറുപടി. ഇത്തരത്തിൽ പരസ്പരം പഴിചാരുന്നതല്ലാതെ അപകടം ഒഴിവാക്കാൻ ആരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്ന് കൗൺസിലർ CP പുഷ്പാനന്ദൻ പറഞ്ഞു. സ്റ്റേഷൻ്റെ ബാക്കിൽ ഈ മരങ്ങളും മതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊല്ലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കൗൺസിലർ ആയ അന്ന് തൊട്ട് ഉള്ളൊരു പരാതിയാണ് ഇവിടുത്തെ ഈ ജനങ്ങൾക്ക്. ഇവിടെ വെച്ചാൽ ഈ മതിൽ മുഴുവൻ ഇടിഞ്ഞു വീഴാറായി, അതുപോലെ മരങ്ങൾ പൊട്ടി വീഴാനും തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ 2026 സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ അവിടെ കൊമ്പ് പൊട്ടി വന്നിട്ട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ ആ മരം മുറിച്ച് മാറ്റാനുള്ള ഇപ്പോൾ നമ്മൾ വില്ലേജിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം സാങ്കേതികം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കണം. അതിന് പുറമെ നമ്മളിപ്പോൾ ഇവിടെ മന്ത്രിതല അദാലത്ത് നടന്നു. ഇതിൽ കൃഷ്ണൻകുട്ടി മന്ത്രി നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ട് ഓർഡർ ഇട്ടു. ഇത് മുറിച്ച് മാറ്റാനും അതുപോലെ ഈ മതിൽ പൊളിച്ചു മാറ്റാനും വേണ്ടി ഓർഡർ ഇട്ടു. ആ ഓർഡറിന് പോലും അതിൽ കുറേ സാങ്കേതികം, ഇത് SP തലത്തിൽ പോകണം, IG തലത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ കുറേ സാങ്കേതികം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ബിൽഡിംഗ് സെക്ഷൻ്റെ അവർക്കാണ് ഈ മതിലിൻ്റെ ചുമതല എന്നാണ് പറഞ്ഞിരുന്നത്. അവരുടെ അടുത്ത് ഇത് പറയുമ്പോൾ ഈ സാങ്കേതികം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൗൺസിലർ എന്ന രീതിയിൽ തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. കാരണം ഇത് പറഞ്ഞ് ആളുകളുടെ അടുത്ത് എത്ര പറഞ്ഞാലും ആളുകളുടെ അടുത്ത് നമ്മൾ ഇടപെടുമ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ എത്ര പറഞ്ഞാലും കുറേ സാങ്കേതികം മാത്രമാണ് അവർക്കുള്ളത്. ആ സാങ്കേതികം കൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് സ്റ്റേഷനിലെ ഈ മരവുമായി ബന്ധപ്പെട്ട് പോലീസിനാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ പറഞ്ഞ് പരാതി കൊടുത്ത് മടുത്ത ഒരു സാഹചര്യമാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി M. സതീഷ് കുമാർ അറിയിച്ചു. ഒറ്റപ്പാലം ഈസ്റ്റ് സുബാത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയിലെ കവർച്ചാ കേസിൽ പിടിയിലായ കള്ളൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് മോഷ്ടിച്ച പണം മുടക്കി വാങ്ങിയ കാറിൽ. ഞായറാഴ്ച പുലർച്ചെ കൈക്കലാക്കിയ 6 ലക്ഷത്തോളം രൂപയുമായി രാവിലെ പാലക്കാട് കല്ലക്കാട്ടെ യൂസ്ഡ് വെഹിക്കിൾ ഷോറൂമിലെത്തിയാണ് 2.55 ലക്ഷം രൂപ മുടക്കി കാർ വാങ്ങിയത്. കേസിൽ അറസ്റ്റിലായ ഈസ്റ്റ് ഒറ്റപ്പാലം കാളന്തൊടി വീട്ടിൽ 28-കാരനായ അബൂബക്കർ കാറുമായി അട്ടപ്പാടിയിലേക്ക് സുഹൃത്തിനെ കാണാൻ പോകുന്നതിനിടെയാണ് മണ്ണാർക്കാട് നിന്ന് പിടിയിലായത്. കാറിന്റെ ഡിക്കിയിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ 2.85 ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തി. ഞായറാഴ്ച പുലർച്ചെ 4:00-ഓടെയാണ് പള്ളിയിലെ ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ടും അകത്തെ അലമാരയും തകർത്ത് മോഷണം നടന്നത്. അലമാരയ്ക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 6 ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്യപ്പെട്ടെന്നാണ് പരാതി. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ബലികർമ്മത്തിനായി കഴിഞ്ഞ ദിവസം വിശ്വാസികളിൽ നിന്ന് സമാഹരിച്ച തുകയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. അടുത്ത ദിവസം വിനിയോഗിക്കേണ്ടതിനാൽ പണം ബാങ്കിലേക്ക് മാറ്റിയിരുന്നില്ല. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദർശകരുടെ ദൃശ്യങ്ങളും പരിശോധിച്ച പോലീസ് രണ്ടിലും രൂപസാദൃശ്യം തോന്നിയയാളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയായിരുന്നു. സന്ദർശക രജിസ്റ്ററിൽ നിന്ന് ഫോൺ നമ്പർ ശേഖരിച്ചായിരുന്നു തുടരന്വേഷണം. ടവർ ലൊക്കേഷൻ പിന്തുടർന്ന അന്വേഷണ സംഘം ഞായറാഴ്ച രാത്രി 7:00-ഓടെ പ്രതിയെ പിടികൂടി. വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ച നടപടികൾ അറിയാനെന്ന വ്യാജേനയാണ് ഇയാൾ നേരത്തെ പള്ളിയിലെത്തി പരിസരം വീക്ഷിച്ചിരുന്നത്. പള്ളിക്കമ്മിറ്റി വിശ്വാസികളിൽ നിന്ന് പണം സമാഹരിച്ചത് തിരിച്ചറിഞ്ഞായിരുന്നു മോഷണം. മുറിയിലെ CCTV ക്യാമറയുടെ കേബിൾ മുറിച്ചിരുന്നെങ്കിലും പുറത്തെ ക്യാമറയിൽ നിന്നാണ് ദൃശ്യങ്ങൾ കിട്ടിയത്.
പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ്, SI-മാരായ M സുനിൽ, K ഹരിദേവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. അബൂബക്കറിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി 20ഓളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിന് സമീപം മണൽ കയറ്റി പോകുകയായിരുന്ന ടിപ്പർ ലോറി സ്വകാര്യ ബസ്സിന് പിറകിലും മറ്റൊരു വാഹനത്തിലും ഇടിച്ച് അപകടം. ലോറിയിലുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം നടന്നത്. ചുള്ളിയാർ ഡാമിൽ നിന്നും മണൽ കയറ്റി പോകുകയായിരുന്ന ടിപ്പർ ലോറി മുന്നിൽ പോകുന്ന സ്വകാര്യ ബസ്സിന്റെ പിന്നിലും ഈക്കോയിലും ഇടിക്കുകയായിരുന്നു. ലോറിയിലുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. ഇയാളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം തകർന്നു. ഈക്കോ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ബ്രെഡിൻ്റെ സപ്ലൈ, മോഡേൺ ബ്രെഡ് സപ്ലൈ ആണ്. അപ്പോൾ ഞാൻ ചോയ്സിലേക്ക് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ തിരിയുന്ന സമയത്ത് ഈ മണൽ ലോറി അവിടുന്ന് ഹൈ സ്പീഡിൽ വരികയായിരുന്നു. കാരണം ഇവൻ്റെ മുമ്പിലും ഏകദേശം 2 മീറ്റർ അകലത്തിൽ ബസ്സുണ്ട്. പക്ഷേ ബസ്സിൽ എക്സിറ്റ് അവിടുന്ന് വണ്ടി തിരിയുമ്പോൾ അവർ സ്ലോ ആക്കി കൊടുക്കണമല്ലോ. പക്ഷേ ഇവരൊന്നും നോക്കാണ്ട് നേരെ വന്നിട്ട് ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു. ബസ്സിലേക്കും പകരം തിരിയാൻ നിൽക്കാൻ എനിക്ക് കൂടിയാണ് ഇടിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു ദൈവരക്ഷ നമ്മൾ രക്ഷപ്പെട്ടതാണ്. കാരണം മണൽ ലോറി ആകുമ്പോൾ അറിയാലോ. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരി കാക്കാത്തോട് പാലത്തിലെ ഗതാഗത പ്രതിസന്ധി കാരണം കരുമാനാംകുറിശി വഴി വന്നവരും തിങ്കളാഴ്ച പെട്ടു. ഇതുവഴി വന്ന ലോറി ചെളിയിൽ പൂന്തിയതാണ് ആളുകളെ വലച്ചത്. 1 മണിക്കൂറോളം ഇത് കാരണം യാത്രക്കാർ പെരുവഴിയിലായി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ ചെർപ്പളശ്ശേരി കാക്കാത്തോടിന് കുറുകെയുള്ള പാലം പണി മൂലം ഗതാഗതം തടസ്സപ്പെട്ടതോടെ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത് ചെർപ്പളശ്ശേരി കരുമാനാംകുറിശി വഴിയാണ്. വീതി കുറഞ്ഞ റോഡായതിനാൽ തന്നെ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതുവഴി സുഗമമായി കടന്നുപോകാൻ സാധിക്കൂ. ഇത് നിയന്ത്രിക്കാനായി റോഡിൽ പോലീസുകാരെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഇത് ലംഘിച്ചെത്തിയ വലിയ ലോറിയാണ് കരുമാനാംകുറിശിയിൽ ചെളിയിൽ പൂന്തി റോഡിന് കുറുകെ നിന്നത്. ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചാണ് ലോറി നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അത്രയും നേരം ഈ പാതയിൽ ആളുകൾ ദുരിതത്തിലായി. ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ നവീകരിച്ച പുരുഷ വാർഡിൻ്റെയും മോർച്ചറിയിൽ സ്ഥാപിച്ച ഫ്രീസറിൻ്റെയും ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാർഡ് നവീകരിച്ചത്. ചെർപ്പളശ്ശേരി നഗരസഭ 2023, 2024, 2024, 2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പുരുഷ വാർഡ് ആധുനിക രീതിയിൽ നവീകരിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി നവീകരിച്ച പുരുഷ വാർഡിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ആശുപത്രിയിൽ ഫ്രീസർ സൗകര്യമില്ലാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് പോസ്റ്റ്മോർട്ടം കേസുകൾക്കായി അനുഭവപ്പെട്ടിരുന്നത്. ഇത് പരിഹരിക്കാനായി മോർച്ചറിയിൽ സ്ഥാപിച്ച ഫ്രീസറും MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C. കമലം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ VP ഷമീജ്, മിനി, KT പ്രമീള, VT സാദിഖ് ഹുസൈൻ, കൗൺസിലർമാരായ P. വിഷ്ണു, KM ഇസാഖ്, ബിജീഷ് കണ്ണൻ, അബ്ദുൽ ഗഫൂർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C. ജയകൃഷ്ണൻ, ദീപേഷ് വാഴക്കുന്നത്ത്, KK സൈദലവി, P. A. ബക്കർ, വിനോദ് കണ്ണാട്ടിൽ, വ്യാപാരി പ്രതിനിധികളായ K. ഹമീദ്, N. സുകുമാരൻ, നഗരസഭാ സെക്രട്ടറി VT പ്രിയ, മെഡിക്കൽ ഓഫീസർ ഷാഹുൽ ഹമീദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രജീഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ പുതുമനക്കുളമ്പിൽ വടക്കേക്കര അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. നാടിൻ്റെ ആഘോഷമായിട്ടായിരുന്നു കെട്ടിട ഉദ്ഘാടനം നടന്നത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് 5-ാം വാർഡ് പുതുമനക്കുളമ്പിൽ വടക്കേക്കര അങ്കണവാടിക്ക് പുതിയ കെട്ടിടം ലഭിച്ചത്. ഗ്രാമപഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. 26 അംഗൻവാടികളുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ, 16 വാർഡുകളിലായിട്ട്. അതിൽ ഞങ്ങളുടെ ഭരണസമിതി വരുന്ന സമയത്ത് സ്ഥിരമായി അല്ലെങ്കിൽ സ്വന്തമായ സ്ഥലമോ കെട്ടിടമോ ഇല്ലാത്ത അംഗൻവാടികൾ ഉണ്ടായിരുന്നു. ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഈ വടക്കേക്കര അംഗൻവാടിയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന്റെ വേളയിൽ നിങ്ങളുടെ അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയുന്നു, ഇന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 26 അംഗൻവാടികൾക്കും സ്വന്തമായി സ്ഥലം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. കുട്ടികളുടെ മനസ്സ് കീഴടക്കും വിധം കാർട്ടൂൺ ചിത്രങ്ങളാൽ അലങ്കൃതമാണ് ചുമരുകളെല്ലാം. കൊച്ചുകുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഉദ്ഘാടനത്തിനെത്തിയത്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CP സുബൈർ അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CP അലവി, EP ഗോപാലകൃഷ്ണൻ, മണ്ണാർക്കാട് CDPO ഹൈറുനിസ, ICDS സൂപ്പർവൈസർ M രമാദേവി, K വിജയൻ, അംഗനവാടി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി സംഘടിപ്പിച്ചു. അലങ്കരിച്ച വിദ്യാലയത്തിലേക്ക് ശിങ്കാരിമേളത്തോടെ വിദ്യാർത്ഥികളെ എതിരേറ്റു. പ്രവേശനോത്സവം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ ഓരോ ക്ലാസ്സിലും നമ്മുടെ അധ്യാപകന്മാരെ പഠിപ്പിക്കുമ്പോൾ പൊതുമേഖലയിൽ ആ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ മക്കളുമായി ആദ്യം ശ്രദ്ധിക്കണം. കാരണം പല പൊതുമേഖലാ സ്കൂളിലെ അധ്യാപകരും തൊട്ടടുത്ത ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുകയും പൊതുമേഖലയിൽ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നു. അത് നമ്മുടെ പൊതുമേഖല സ്ഥാപനങ്ങളിൽ അത്തരം അധ്യാപകരും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാൻ അവർ നിർബന്ധിതരാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാം. PTA പ്രസിഡന്റ് A. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും ഡയറ്റ് മുൻ പ്രിൻസിപ്പളുമായ ഡോക്ടർ A. രാജേന്ദ്രൻ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ K. രാധാകൃഷ്ണൻ, MPTA പ്രസിഡന്റ് വസന്തകുമാരി, പ്രിൻസിപ്പൽ PS ആര്യ, HM സുനിതാകുമാരി, VP ശശികുമാർ, വിദ്യ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികൾ അഭയ് S. കുമാറിന്റെ നേതൃത്വത്തിൽ റോബോട്ടുമായി സംവാദം എന്നിവ ഒരുക്കി. പാഠ്യപദ്ധതിയുടെ ഭാഗമായി 100ഓളം കുട്ടികൾ പങ്കെടുത്ത സുംബ നൃത്താവതരണവും നടന്നു. ശ്രീകൃഷ്ണപുരം AUP സ്കൂളിൽ പ്രവേശനോത്സവം തനിമയാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. വാർഡ് മെമ്പർ K. കോയ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചവാദ്യം, തെയ്യം, പൂതൻ തിറ, ഇണക്കാള, ബാൻഡ് മേളം, ഗാനമേള തുടങ്ങിയ പരിപാടികളോടെയാണ് ശ്രീകൃഷ്ണപുരം AUP സ്കൂളിൽ കുട്ടികളെ വരവേറ്റത്. PTA പ്രസിഡന്റ് ഷാജി K. ജോർജ് അധ്യക്ഷനായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് M. അരുണ, പ്രീ പ്രൈമറി പ്രിൻസിപ്പൽ K. ഉഷ, സ്റ്റാഫ് സെക്രട്ടറി P. ഹമീദ്, സീനിയർ അധ്യാപകൻ PM. സുധീഷ്, അഭിജിത്ത് C. എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. LSS, USS സംസ്കൃത സ്കോളർഷിപ്പ് പ്രതിഭകൾ, സബ് ജില്ലാതല അറബിക് ടാലന്റ് ടെസ്റ്റ് പ്രതിഭ, ഉറുദു ടാലന്റ് ടെസ്റ്റ് പ്രതിഭ, അബാക്കസ് പ്രതിഭകൾ എന്നിവരെ സ്കൂൾ മാനേജർ C. സുബ്രഹ്മണ്യൻ ആദരിച്ചു. അങ്ങനെ ഋതുഭേദങ്ങളുടെ ചുവടിനനുസരിച്ച് അല്ലെങ്കിൽ ഋതുഭേദങ്ങൾ മാറി മറന്ന് നമ്മുടെ ഒരു പ്രവേശനോത്സവത്തിൽ എത്തിയിരിക്കുന്നു. ഒരു കാലത്ത് മൂക്കൊലിച്ച് കണ്ണീർ വാശി പിടിച്ച് കരഞ്ഞ് ഒരു വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന ഒരു തലമുറ കാലവും പിന്നിട്ടപ്പോൾ വിസ്മയ കാഴ്ചയൊരുക്കി അവരെ വിദ്യാലയങ്ങളിലേക്ക്, അവർ പഠിക്കുന്ന സ്കൂൾ മുറ്റത്തേക്ക് അവരെ വിസ്മയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറി എന്ന് പറഞ്ഞാൽ അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. ഗാനവിരുന്ന് പ്രശസ്ത പിന്നണി ഗായിക മീര റാംമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഗാനമേള, വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം എന്നിവയുമുണ്ടായി. നിങ്ങൾക്കറിയാം, ഇന്ന് പ്രവേശനോത്സവമാണ്. എല്ലാ അർത്ഥത്തിലും ഒരു ഉത്സവ പ്രതീതി അനുഭവവേദ്യമാക്കിക്കൊണ്ട് ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭം കുറിക്കാൻ ജഗദീശ്വരൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇത്രയും മനോഹരമായി ആസ്വാദ്യകരമായി ഒരു പ്രവേശനോത്സവത്തെ വരവേൽക്കാൻ നമുക്കായത്.
ഒറ്റപ്പാലം LSN TTI സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായി ചേർന്നാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ P. കല്യാണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആദ്യാക്ഷരം നുകരാനെത്തിയ കുരുന്നുകൾക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സീറ്റ്സും നെയിം സ്ലിപ്പുകളും കളർ പെൻസിലുകളും കളറിംഗ് ബുക്കുകളും വിതരണം ചെയ്തു. കൂടാതെ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കുന്നതിനായി പ്രത്യേക സെൽഫി സ്റ്റാൻഡും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. പാവകളിക്കാരനായ AK കുമാർ വിശിഷ്ടാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ അഞ്ജു M. ആന്റണി, ലോക്കൽ മാനേജർ AC മരിയ പ്രശാന്തി, PTA പ്രസിഡന്റ് അനു P. മാത്യു, അധ്യാപികമാരായ TV റീന, മേരി B. ജോർജ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാർക്കറ്റിംഗ് മാനേജർ രാജേഷ്, സ്റ്റാഫുകളായ ഐശ്വര്യ, ഭാവന തുടങ്ങിയവരും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. വർണ്ണാഭമായ പരിപാടികളോടെ മാങ്ങോട് ALP സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തീരുകുലം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വർണ്ണാഭമായ പരിപാടികളോടെയാണ് മാങ്ങോട് LP സ്കൂളിൽ പ്രവേശനോത്സവം കൊണ്ടാടിയത്. വേനലവധി കഴിഞ്ഞ് വിദ്യാലയത്തിലെത്തിയ വിദ്യാർത്ഥികളെയും സ്കൂളിലേക്ക് ഈ വർഷം പുതുതായി എത്തിയ കുരുന്നുകളെയും അധ്യാപകർ മധുരം നൽകിയും ബലൂൺ നൽകിയും തൊപ്പി അണിയിച്ചുമാണ് വരവേറ്റത്. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടി സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തീരുകുലം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രവേശനോത്സവത്തിന്റെ പ്രത്യേകതകൾ കുട്ടികളെ കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് അടുപ്പിക്കുകയും അവർക്ക് സാമൂഹ്യവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതി കൈവരിക്കുക എന്നുള്ളതാണ്. ഇന്ന് നോക്കൂ, നിങ്ങൾ ഇന്നത്തെ ഒരു പ്രത്യേകത, ഈ പ്രവേശനോത്സവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി എഴുതിയ ഭദ്രാഹരി എന്ന് പറയുന്ന അടൂരുകാരിയായ താമരക്കുടി സ്വദേശിയായ ഒരു പെൺകുട്ടി എഴുതിയ ഗാനമാണ് നമ്മൾ പ്രവേശനോത്സവ ഗാനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരള ഗവൺമെന്റ്. ഈ കുട്ടികളിലുള്ള കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മാങ്ങോട് വിദ്യാലയമായാലും ഇവിടെ അവരുടെ അരങ്ങേറ്റം കൊണ്ട് സമ്പുഷ്ടമാക്കിയത്. ഇവരുടെ അക്കാദമിക പ്രവർത്തനങ്ങളിലും മറ്റ് ഇതര പ്രവർത്തനങ്ങളിലും സംസ്ഥാനത്തിനകത്ത് തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച, കഴിവ് തെളിയിച്ച, പ്രതിഭ നിറഞ്ഞ ഒരു വിദ്യാലയമാണ് ALP സ്കൂൾ മാങ്ങോട്. 150ഓളം വിദ്യാർത്ഥികളാണ് ഈ വർഷം മാങ്ങോട് ALP സ്കൂളിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത്. പഠന നിലവാരത്തിലെ ഉന്നതിയും അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങളുമാണ് വിദ്യാലയത്തിലേക്ക് ഇത്രയധികം കുട്ടികളെ ആകർഷിക്കാൻ കാരണമെന്ന് സ്കൂൾ മാനേജർ ശിവശങ്കരൻ കരുമാനംകുറിശി പറഞ്ഞു. PTA പ്രസിഡന്റ് സജീഷ് കുമാർ ചമ്മന്നൂർ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ രാധാകൃഷ്ണൻ കളത്തുടി, ഗീത മംഗലാംകുന്ന് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും അരങ്ങേറി. വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. പുതുതായി സ്ഥാപിച്ച CCTVകളുടെയും നവീകരിച്ച പ്രീ പ്രൈമറിയുടെയും ഉദ്ഘാടനവും നടന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയിലായിരുന്നു വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നത്. തുടർന്ന് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം K. നസീമ ഉദ്ഘാടനം ചെയ്തു. പുതുതായി സ്ഥാപിച്ച CCTVകളുടെയും നവീകരിച്ച പ്രീ പ്രൈമറിയുടെയും ഉദ്ഘാടനവും അവർ നിർവഹിച്ചു. രണ്ട് സ്കൂളിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ 5 വർഷക്കാലം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ അത് ഞാൻ 2 വിദ്യാലയങ്ങൾക്കും ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ ഒരു ടീച്ചറും കൂടെ ആവുന്നതുകൊണ്ട്, ഞാനൊരു ഗവൺമെൻറ് വിദ്യാലയത്തിൽ പഠിച്ച ഒരു വ്യക്തിയും കൂടി ആവുന്നതുകൊണ്ട് അവിടുത്തെ കുറവുകൾ എന്തൊക്കെയാണ്, അതിൽ എത്രത്തോളം ഇടപെടാൻ പറ്റുമെന്ന് ഞാൻ ഈ പദവിയിൽ കയറി അന്ന് മുതൽ നോക്കുന്നുണ്ട്. അതേ സമയത്ത്
ഇന്ന് 10 മണിക്ക് ആലപ്പുഴയിൽ കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഴുവൻ പ്രവേശനോത്സവം നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാന്യനായ മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അവിടെ എന്തെല്ലാം തരത്തിലുള്ള പരിപാടികളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾ 4:30 മണിക്ക് വീട്ടിൽ നിന്ന് പോന്നിരിക്കുന്നു. അവരുടെ ഒരു ആഘോഷമാണ്. മറ്റൊന്നൊക്കെ സ്കൂളിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് ആലോചിക്കണം. 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കരഞ്ഞ് സ്കൂളിന്റെ പടി ടീച്ചറുടെ കയ്യിലങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഉമ്മ അങ്ങനെ തിരിച്ചു പോരെ ചെയ്യും. ഇപ്പോഴും പറയും. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ അർമിയ മുഹമ്മദ് നസീം, PTA പ്രസിഡന്റ് ഹക്കീം ചൂരക്കോട്, SMC ചെയർമാൻ ഷംസുദ്ദീൻ, രവി ചൂരക്കോട്, അധ്യാപക പ്രതിനിധി ബൈജു, സ്റ്റാഫ് സെക്രട്ടറി അനിത എന്നിവർ സംസാരിച്ചു. രാജീവ് ഫൗണ്ടേഷൻ ആലിപ്പറമ്പ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉന്നത വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി CK ഹാരിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഫൗണ്ടേഷൻ ആലിപ്പറമ്പ് ചാപ്റ്റർ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പാറൽ മദ്രസയിലാണ് നടന്നത്. പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ചു. നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. നേത്രപരിശോധനയും നടന്നു. പ്രദേശത്തെ SSLC, +2 ഉന്നത വിജയികളെയും LSS, USS ജേതാക്കളെയും അനുമോദിച്ചു. സമസ്ത പൊതുപരീക്ഷയിലെ ഉന്നത വിജയികളെയും അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. മലപ്പുറം DCC ജനറൽ സെക്രട്ടറി CK ഹാരിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് രാജീവ് ഫൗണ്ടേഷൻ എന്ന് CK ഹാരിസ് പറഞ്ഞു. രാജീവ് ഫൗണ്ടേഷൻ കേവലം ഈ പ്രദേശത്തോ അല്ലെങ്കിൽ ഈ ജില്ലയിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചാരിറ്റി സംഘടനകളിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും വലിയ സംഘടനയാണ് രാജീവ് ഫൗണ്ടേഷൻ. നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട രോഗികൾക്കുള്ള മരുന്ന് എത്തിച്ചു കൊടുത്തും അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതുമൊക്കെ നിരവധിയായ പ്രവർത്തനങ്ങൾ ജില്ലക്കകത്ത് നടത്തിയ സജീവമായ സംഘടനയായി പ്രവർത്തിക്കുന്ന രാജീവ് ഫൗണ്ടേഷന്റെ ഈ ക്യാമ്പിന് ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ്. രാജീവ് ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ TK സദക്ക ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ മുസ്തഫ പുത്തനങ്ങാടി, മുൻ ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PT ബഷീർ, രാജീവ് ഫൗണ്ടേഷൻ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചാപ്റ്റർ ചെയർമാൻ ഷെറിൻ ബാബു, ഫിറോസ് മാസ്റ്റർ, പ്രകാശ് മലയത്ത്, സെയ്ദ് മുഴന്നമണ്ണ, സ്വത്തു ആനമങ്ങാട്, ദാമോദരൻ ആനമങ്ങാട്, ഫൈസൽ പാലോത്ത്, അപ്പു പാലങ്ങൽ, കൃഷ്ണൻ ആലിപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. റഫീഖ് ആലിപ്പറമ്പ്, അഷ്റഫ് വട്ടപ്പറമ്പ്, CK യൂനിസ് ഹാജി, പാപ്പു KP, ഗാദർ PK, ബാബു KH, നിയാസ് PK തുടങ്ങിയവരും പങ്കെടുത്തു. പെരിന്തൽമണ്ണ ആനമങ്ങാട് പറമ്പിലെ മാളത്തിൽ പെരുമ്പാമ്പുകളെയും പെരുമ്പാമ്പിൻ്റെ മുട്ടകളും പാമ്പിൻ കുഞ്ഞുങ്ങളെയും വിഴുങ്ങിയ നിലയിൽ മൂർഖൻ പാമ്പിനെയും കണ്ടെത്തി. മലപ്പുറം ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെത്തി പാമ്പിൻ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു. ആനമങ്ങാട് എറശ്ശേരി പള്ളിയാലിൽ സാദാത്ത് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ മതിൽക്കെട്ടിലെ മാളത്തിലാണ് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടത്. നാട്ടുകാർ പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ട വിവരം ഗ്രാമപഞ്ചായത്ത് അംഗം PP രാജേഷ് അറിയിച്ചതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ സ്ഥലത്തെത്തി. കേരള വനം വകുപ്പ് സർപ്പ റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി ഗിരീഷ് കിടാറ്റൂർ, വാഹിദ അബു, ഫാറൂഖ് പൂപ്പലം, പ്രവർത്തകരായ ഡെപ്യൂട്ടി ലീഡർ സുമേഷ് വലമ്പൂർ, നീതു ചെറുകര എന്നിവർ അടങ്ങുന്ന സംഘം മാളത്തിൽ നിന്നും പെരുമ്പാമ്പിനെയും ഇതിൻ്റെ കുഞ്ഞുങ്ങളെയും പുറത്തെടുത്തു. പെരുമ്പാമ്പിൻ്റെ 6ഓളം മുട്ടകളും 2 പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെയും വിഴുങ്ങിയ നിലയിൽ ഒരു മൂർഖൻ പാമ്പിനെയും പിടികൂടിയ പാമ്പുകളെ നിലമ്പൂർ അമരമ്പലം സൗത്ത് ഫോറസ്റ്റ് RRTക്ക് കൈമാറി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആതുര ശുശ്രൂഷ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശസ്ത്രക്രിയ കൂടാതെ രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചത്. ശനിയാഴ്ച നടന്ന ചടങ്ങിൽ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജി കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
ഗർഭാശയ മുഴകൾ, ഞരമ്പുകളിലെ തടസ്സങ്ങൾ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ തുടങ്ങിയവ സർജറി കൂടാതെ ഇന്റർവെൻഷണൽ റേഡിയോളജി ഉപയോഗിച്ച് സുഖപ്പെടുത്താനാകും. കൂടാതെ സങ്കീർണമായ ബയോപ്സി ടെസ്റ്റുകളും ഇനി കിംസ് അൽഷിഫയിൽ നിന്നും അനായാസം ചെയ്യാനാകും. ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ പ്രഗത്ഭരായ നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളുമാണ് കിംസ് അൽഷിഫയിൽ ഉള്ളത്. കഴിഞ്ഞ 35 വർഷക്കാലമായി പെരിന്തൽമണ്ണയിൽ ആരോഗ്യ രംഗത്ത് സുദീർഘമായ സേവനമാണ് കിംസ് അൽഷിഫ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു കാലത്ത് സ്പെഷ്യാലിറ്റി ആശുപത്രികളില്ലാത്ത സമയത്ത് 5 സ്പെഷ്യാലിറ്റിയുമായി 1989 തുടങ്ങിയ ഈ അതുരാലയം ഇന്ന് 450 ബെഡുകളും 30ഓളം സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റും 1200ഓളം എംപ്ലോയീസുമുള്ള ഒരു വലിയ സ്ഥാപനമാണ്. ഓരോ കാലഘട്ടത്തിലും ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നൂതനമായ ചികിത്സ ഒരുക്കിക്കൊണ്ടാണ് എന്നും അൽഷിഫ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ ആദരണീയനായ മുനവ്വറിൽ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഇന്റർവെൻഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപക്ഷെ സൗത്ത് മലബാറിൽ തന്നെ ഇത്രയും സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം, സ്ത്രീകൾക്കുണ്ടാവുന്ന ഗർഭപാത്രത്തിലുണ്ടാകുന്ന മുഴകൾ അത് പ്രായവ്യത്യാസമില്ലാതെ ഏത് പ്രായത്തിലും ഉണ്ടാകും. ഈ മുഴകൾ ഇന്ന് നീക്കം ചെയ്യുന്നത് സർജറിയിലൂടെയാണ്. ആ സർജറിയിലൂടെ നീക്കം ചെയ്യുന്നതോടുകൂടി അവർക്ക് ഗർഭം ധരിക്കാനുള്ള ചാൻസ് ഇല്ലാതായിരിക്കും. ഈ ചികിത്സയുടെ ഇന്റർവെൻഷണൽ എംബോളൈസേഷൻ ചികിത്സയിലൂടെ ആ ഗർഭപാത്രം ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഗർഭം ധരിക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇത്തരം ചികിത്സ വാരിക്കോസ് വെയിൻ, അതേമാതിരി രക്തധമനികളിൽ കട്ട കെട്ടുമ്പോൾ അതിനെ റിലീസ് ചെയ്യുന്ന ഒരുപാട് ചികിത്സാ രീതികൾ ഇന്ന് ഇന്റർവെൻഷണൽ റേഡിയോളജി ലഭ്യമാണ്. വേദനരഹിതവും കുറഞ്ഞ ആശുപത്രിവാസവുമാണ് ഇന്റർവെൻഷണൽ കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രത്യേകത. ഇതിനായി പ്രത്യേകം സജ്ജമാക്കിയ OPD, അത്യാധുനിക ഉപകരണങ്ങൾ, പ്രൊസീജിയർ റൂം തുടങ്ങിയവയും കിംസ് അൽഷിഫയിലുണ്ട്. ഡോക്ടർ തൗഫീഖ് അലി, ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. ഡയറക്ടർമാരായ പിലാക്കൽ ഹംസ, അബ്ദുൾ റസാഖ്, ഡോക്ടർ അമീൻ, ഫൈസൽ, നജീബ് കാന്തപുരം MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ഹോസ്പിറ്റൽ CEO പ്രിയൻ KC, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ യഹിയ, ഡോക്ടർ മോഹൻകുമാർ, ഡോക്ടർ ഷാഹുൽ ഹമീദ്, ഡോക്ടർ സാജൻ K, ഡോക്ടർ സയ്യിദ് മൊയിനുള്ള, ഡോക്ടർ ഫെബിന, ഡോക്ടർ ഇർഷാദ്, ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്, ഡോക്ടർ മൊയ്തീൻ ബാബു, ഡോക്ടർ അബ്ദുറഹ്മാൻ, ഡോക്ടർ ഗണേശൻ, ഡോക്ടർ സൗമ്യ, ഡോക്ടർ മൗസൂമ എന്നിവർ സന്നിഹിതരായിരുന്നു. ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ, ഇപ്പോൾ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രം അവൈൽ ചെയ്യാവുന്ന എല്ലാ ചികിത്സാ രീതികളും നമ്മുടെ ഗ്രാമീണ മേഖലയിൽ, അതാണ് തങ്ങളിവിടെ സൂചിപ്പിച്ച കാര്യം, നമ്മുടെ ഒരു പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു നഗരത്തിന് പ്രാപ്യമാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി, ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് വഴി തന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരായ ആളുകൾക്ക് വേറൊരു നഗരത്തെയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തെയോ ആശ്രയിക്കാത്ത വിധം നമ്മുടെ നാട്ടിലെല്ലാം ലഭ്യമാക്കുന്ന ഒരു സേവന പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകളുടെ ഏറ്റവും വലിയ സവിശേഷത തന്നെ അതൊരു വളരെ സോഷ്യോ ഇനീഷ്യേറ്റീവ്സ് ആണ്. പ്രത്യേകിച്ച് അതിൽ കിംസ് അൽഷിഫയുടെ പ്രാധാന്യം വളരെ പ്രധാനമാണ്. ഞങ്ങളൊക്കെ നിരന്തരമായി ആളുകൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. പക്ഷെ അതെല്ലാം ഇവിടെ സാധാരണക്കാർക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കൈയടഞ്ഞ് നൽകി അവർക്ക് ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് വളരെ മിനിമലി ഇൻവേസീവായി, അതായത് കാര്യമായ മുറിവുകളോ പാടുകളോ ഒന്നുമില്ലാതെ തന്നെ മെയിനായിട്ടും പിൻഹോൾ ആയിട്ടുള്ള രീതിയിൽ വിവിധ തരം അസുഖങ്ങളെ ചികിത്സിക്കുന്ന ഒരു രീതിയാണ്.
പേഷ്യന്റിന് കാര്യമായിട്ട് രക്തനഷ്ടമോ അനസ്തീഷ്യയുടെ ആവശ്യമോ ഇല്ലാതെ തന്നെ വളരെ കുറഞ്ഞ ദിവസത്തെ ആശുപത്രിവാസം കൊണ്ട് തന്നെ പലതരം രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഇന്റർവെൻഷണൽ റേഡിയോളജി സംവിധാനത്തിലൂടെ അവൈലബിൾ ആണ്. പ്രധാനമായും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഗർഭാശയമോട്, വെരിക്കോസ് വെയിൻ, പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, ഇതേപോലെ ആന്തരികമായിട്ടുള്ള രക്തസ്രാവങ്ങൾ പലതരത്തിലുള്ളത് എല്ലാത്തിനുമുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ അതേപോലെ കാലിലുള്ള രക്തസപ്ലൈ നഷ്ടമാകുമ്പോഴുള്ള ആൻജിയോപ്ലാസ്റ്റി ചികിത്സ, ശരീരത്തിൽ എവിടെയും ഉണ്ടാവുന്ന രക്തക്കൊലകൾക്കുള്ള അടവുകൾക്കുള്ള ആൻജിയോപ്ലാസ്റ്റി ചികിത്സ, ഇതെല്ലാം ഇന്റർവെൻഷണൽ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്തു പോരുന്നു. ഇന്റർവെൻഷണൽ റേഡിയോളജി സംവിധാനം അൽഷിഫ ഹോസ്പിറ്റൽ 24/7. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. വല്ലപ്പുഴ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം കുറുവട്ടൂർ KM-LP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക VP പ്രമീള, PTA പ്രസിഡന്റ് നസീർ ആലിക്കൽ, CRC കോർഡിനേറ്റർ AP രേഖ, അലി ആലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കരുമാനക്കുറിശി GLP സ്കൂളിൽ പുതിയ കിച്ചൺ കം സ്റ്റോർ റൂമിന്റെ ഉദ്ഘാടനം അധ്യയന വർഷാരംഭത്തിൽ നടന്നു. സർവശിക്ഷ കേരളയിൽ നിന്നും 6 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കിച്ചന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലറും നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ C കമലം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ VT സാദിഖ് ഹുസൈൻ, AEO E രാജൻ തുടങ്ങിയവരും മറ്റ് അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. കരിമ്പുഴയിൽ LSS USS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 117 കുട്ടികളെ പഞ്ചായത്ത് അനുമോദിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷയായി. KK ഷൗക്കത്ത്, അനസ് പൊമ്പറ, ഉമ്മർ കുന്നത്ത്, സമീറ സലീം, EP ബഷീർ, C വിജിത, R പ്രഭാവതി, ഫസീല നൌഷാദ്, നിഷ രാമൻ, രുക്മണി, രജിത തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പശ്ശേരി വിവേകാനന്ദ വിദ്യാനികേതനിലെ പ്രവേശനോത്സവം റിട്ടയർഡ് പ്രിൻസിപ്പാളും ആകാശവാണി ആർട്ടിസ്റ്റുമായ രാജീവ് കാറൽമണ്ണ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക വിനീത TM അധ്യക്ഷത വഹിച്ചു. പ്രകാശ് കുർമാപ്പള്ളി, ഇല്ലിക്കൽ ചന്ദ്രൻ, സന്ദീപ് വാഴേങ്കട, സജിത, സ്മിഷ എന്നിവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളായ വാണി പ്രകാശ്, സുവർണ KC, പ്രത്യുഷ KS, അനശ്വര M, SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അഭിജിത്ത് P, അതുല്യ VP എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. തേലക്കാട് മാതൃദത്തൻ നമ്പൂതിരിയുടെ ഗണപതി ഹോമത്തോടെയായിരുന്നു പരിപാടികൾ തുടങ്ങിയത്. മധുര വിതരണവും ഉണ്ടായി. ലക്കിടി മംഗലം റൂട്ടിൽ നിന്നും കളഞ്ഞു കിട്ടിയ 43,000 രൂപ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി സോപ്പ് കച്ചവടം നടത്തുന്ന മുഹമ്മദ് അലി. കളഞ്ഞു കിട്ടിയ പണം ആദ്യം ജീവകാരുണ്യ പ്രവർത്തകനായ ഗോപി ലക്കിടിക്കാണ് കൈമാറിയത്. പിന്നീട് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ എത്തി SI സുനിലിൻ്റെ സാന്നിധ്യത്തിൽ മുഹമ്മദ് അലി തന്നെ ഉടമയ്ക്ക് പണം കൈമാറുകയായിരുന്നു. AISF മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സൗഹാർദ്ദ ക്രിക്കറ്റ് മത്സരം CPI മണ്ഡലം സെക്രട്ടറി AK അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. AISF മണ്ഡലം സെക്രട്ടറി അഭിനന്ദ്, P കബീർ, സുരേഷ് കൈതച്ചിറ, ഷാഫി നറുക്കോട്ടിൽ, C മുത്തു, അബുറജ, ബോബി ജോയ്, റാഫി മൈലങ്കോട്ടിൽ, ശബരിനാഥ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കടമ്പഴിപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന K നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സാന്ത്വന കേന്ദ്രം ചെയർമാൻ K രാമചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശ്രീവത്സൻ അധ്യക്ഷനായി. സെക്രട്ടറി C രമേഷ്, C കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. കടമ്പഴിപ്പുറം 1 വില്ലേജ് പരിധിയിലെ 26 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. പ്രവേശനോത്സവത്തോടെ സ്കൂളുകളിൽ കുട്ടികളെ വരവേറ്റു. ഉത്സവഛായയിലായിരുന്നു പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം. നവകേരള ഫണ്ടിൽ പട്ടാമ്പി മണ്ഡലത്തിൽ 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് മൂസിൻ MLA. അടിയന്തരമായി നടപ്പാക്കേണ്ട 6 പദ്ധതികൾക്കാണ് അനുമതി. ഒപ്പം പേങ്ങാട്ടിരി റോഡ് വികസനത്തിന് 50 ലക്ഷം. മന്ത്രി നേരിട്ട് ഉത്തരവ് നൽകി 5 മാസം കഴിഞ്ഞിട്ടും മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനും പൊളിഞ്ഞു വീഴാറായ മതിൽ നീക്കാനും നടപടിയായില്ല. പരസ്പരം കത്ത് നൽകി തലവേദന ഒഴിവാക്കി നഗരസഭയും പോലീസും. റോഡിൽ ആളുകൾ നടന്നു പോകുന്നത് ഭീതിയോടെ. ഒറ്റപ്പാലത്ത് പള്ളിയിൽ നടന്ന മോഷണം. കള്ളൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് മോഷ്ടിച്ച പണം മുടക്കി വാങ്ങിയ കാറിൽ.
അറസ്റ്റിലായ അബൂബക്കർ 20ഓളം മോഷണ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. ഒറ്റപ്പാലത്ത് വീണ്ടും വാഹനാപകടം. മണൽ കയറ്റി വന്ന ലോറി സ്വകാര്യ ബസിന് പിറകിലും മറ്റൊരു വാഹനത്തിലും ഇടിച്ചു. ലോറിയിലുണ്ടായിരുന്ന യുവാവിന് പരിക്ക്.